കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു പോസ്റ്റാണ് ഞാനൊരു ഓർത്തഡോക്സുകാരനായത് തെറ്റോ എന്ന തലക്കെട്ടിലുള്ള കുറിപ്പ്. ആ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭ നിരണം ഭദ്രാസനത്തിലെ പനയമ്പാല സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ചർച്ച് ഇടവകക്കാരനായ ഷിബു ഫിലിപ്പാണ്. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: ഞാൻ സഹോദരൻ പദ്ധതിയിൽ നിന്നും സഹായം ലഭിക്കുന്നതിന് ഒരു അപേക്ഷ കൊടുത്തു. കഴിഞ്ഞ 4 വർഷമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ ഹീമോഡയാലിസിസ് ചെയ്തു വരികയാണ്. മറ്റു വരുമാനമൊന്നുമില്ലാത്തതിനാൽ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലുമാണ്. ഇന്ന് ദേവലോകത്തു നിന്ന് ഫോൺ കോൾ വന്നു, താങ്കളുടെ പൈസ വന്നു കളക്ട് ചെയ്യാൻ. എന്നാൽ സഹോദരൻ പദ്ധതിയുടെ ഓഫീസിൽ ചെന്നപ്പോൾ എണ്ണിച്ചുട്ടപ്പം പോലെ 9,500 രൂപ തന്നു. എന്റെ കൂടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് നടത്തുന്ന മറ്റു മതവിഭാഗക്കാർക്ക് കൊടുത്തത് 15,000 രൂപ മുതൽ 20,000 വരെ. ഞാനൊരു ഓർത്തഡോക്സ്കാരനായി എന്നതാണോ എന്റെ തെറ്റ്? സ്നേഹപുരസ്കരം ഞാൻ ഈ സഹായം തിരിച്ചു കൊടുത്തു. ഇതാണ് ഷിബു ഫിലിപ്പ് പങ്കുവച്ച കുറിപ്പ്. ഇത് വായിക്കുന്ന ഓരോ സഭാവിശ്വാസിയും തെറ്റിദ്ധരിക്കും. നാളെ നമുക്കും ഇതാണോ സ്ഥിതിയെന്ന് സംശയിക്കും. അങ്ങനെ സംശയിക്കുകയും ആശങ്കപ്പെടുകയും ചെയ്ത പലരും നമുക്കിടയിലുണ്ട്. മാത്രമല്ല സഹോദരൻ പദ്ധതിയെ പോലും അവിശ്വസിക്കും. ഈ സാഹചര്യത്തിൽ ഷിബു ഫിലിപ്പ് പറഞ്ഞത് ശരിയാണോ എന്ന് അന്വേഷിക്കാൻ ഞങ്ങൾ ഇറങ്ങി. അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത്. ഒരാൾക്ക് സഹായം കിട്ടുന്നതിൽ ആർക്കും വിഷമമില്ല. ബുദ്ധിമുട്ടുള്ളവർക്കും അർഹരായവർക്കും സഹായം കിട്ടണം. പക്ഷെ ഈ സഹായം കിട്ടിയിട്ട് അതുകൊണ്ട് ദൂർത്തടിച്ചാൽ വീണ്ടും വീണ്ടും സഹായം കൊടുക്കണോ? അതും ഒരാൾക്ക് മാത്രം കൊടുത്താൽ മതിയോ? ഇയാൾക്ക് കിട്ടിയ സഹായങ്ങളൊക്കെ എങ്ങനെ, എന്തിനു വേണ്ടി ചിലവാക്കി എന്നൊക്കെ അന്വേഷിച്ചാൽ കണ്ടെത്താം. അതൊന്നും ഇവിടെ പറയുന്നില്ല. ഇയാളുടെ കുറിപ്പിൽ പറയുന്ന ഒരു ചോദ്യമുണ്ട്: ഓർത്തഡോക്സുകാരനായതാണോ തെറ്റെന്ന്. ഓർത്തഡോക്സുകാരനായത് തെറ്റല്ല. പക്ഷെ താങ്കളുടെ ചരിത്രം പരിശോധിച്ചാൽ സഭയിൽ നിന്ന് 5 പൈസയ്ക്ക് അർഹതയില്ലെന്ന് മനസ്സിലാക്കാം. താങ്കൾക്ക് ഗൾഫിൽ മാന്യമായി ജോലി ഉണ്ടായിരുന്നത് എങ്ങനെ നഷ്ടമായെന്ന് ആരെങ്കിലും ചോദിച്ചാൽ യഥാർത്ഥ കാരണം നിങ്ങൾ പറയുമോ? വെള്ളമടിച്ച് തൊഴിൽദാതാവിനെ തല്ലി അവിടുന്ന് ഓടേണ്ടി വന്നുവെന്നൊക്കെ കരക്കമ്പിയുണ്ട്. അത് സത്യമാണോ കള്ളമാണോ എന്ന് താങ്കൾ തന്നെ വെളിപ്പെടുത്തിയാൽ മതി. നാട്ടിൽ വന്നിട്ട് വെള്ളമടിച്ച് മത്തനായി താങ്കളുടെ ഇടവക പള്ളിയായ പനയമ്പാല സെന്റ് സ്റ്റീഫൻസ് പള്ളിയുടെ കുരിശ് തല്ലി തകർത്തുവെന്നും പലരും സാക്ഷ്യപ്പെടുത്തി. ശരിയല്ലേ? സഹോദരൻ പദ്ധതിയിൽ നിന്ന് 9,500 രൂപ കിട്ടിയത് തിരിച്ചു കൊടുത്ത കഥ വലിയ കാര്യത്തിൽ പറയുന്ന താങ്കൾ കഴിഞ്ഞ കാലത്ത് 25,000 രൂപ വീതം 2 തവണ പള്ളി വഴിയും പിന്നീട് നേരിട്ടും കിട്ടിയത് കൂടി തിരിച്ചു കൊടുക്കണമായിരുന്നു. എന്നിട്ട് കുറിപ്പ് പങ്കുവച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഗൾഫിൽ നിന്നും അല്ലാതെയും ഓർത്തഡോക്സുകാരൻ എന്ന നിലയിൽ കിട്ടിയ സഹായങ്ങൾ താങ്കൾ തിരിച്ചു കൊടുത്തോ? എല്ലാ വർഷവും താങ്കളെ മാത്രം സഹായിക്കാനാണോ സഹോദരൻ പദ്ധതി? മറ്റുള്ളവർക്ക് 10,000 ഓരോ തവണ കൊടുത്തപ്പോൾ താങ്കൾക്ക് ഏതാണ്ട് 1 ലക്ഷമെങ്കിലും ഓർത്തഡോക്സുകാരൻ എന്ന നിലയിൽ കിട്ടിയില്ലേ? അസുഖത്തിന്റെ പേരിൽ കിട്ടിയ ഒരു സഹായം കൊണ്ട് താങ്കൾ കാർ മേടിച്ചു. ഒരു പോസ്റ്റ് കണ്ടാൽ ഉടനെ മനസ്സലിയുന്നവർ കാണും. അതുപോലെ അതിന്റെ കാര്യം അന്വേഷിക്കുന്നവരും ഉണ്ടാകുമെന്നറിയണം. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നെങ്കിലും നിഷേധിക്കുവാൻ താങ്കൾക്ക് സാധിക്കുമോ? പിന്നെ താങ്കൾക്ക് സഹായം ആവശ്യമാണെങ്കിൽ അത് തന്നു സഹായിക്കാൻ ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികൾ തയ്യാറാണ്. അത് ചികിത്സിക്കാൻ മാത്രം. ദൂർത്തടിക്കാൻ ആരും തരില്ല.